ഫിഷൽ ഡയറി വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തമിഴിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഗരുഡൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടന്നാലോ. ഉണ്ണി മുകുന്ദൻ, ശശികുമാർ, സൂരി ഇവർ മൂന്നുപേരാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഗരുഡൻ എന്ന സിനിമയിലെ മെയിൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗരുഡൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ? നമ്മൾ ടിപ്പിക്കലി തമിഴ് സിനിമകളിൽ പല നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു കഥയാണ്. ഒരു ഗ്രാമത്തിൽ അത്യാവശ്യം ഭയങ്കര സെറ്റപ്പായിട്ടുള്ള രണ്ടുപേരുണ്ട്, അവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്ന ടിപ്പിക്കൽ സ്റ്റോറി. അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുള്ള പടമൊന്നുമല്ല ഗരുഡൻ. പക്ഷേ ഗരുഡൻ എവിടെയാണ് ചേഞ്ച് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലെവിടെയൊക്കെയോ വെട്രിമാരൻ്റെ സാന്നിധ്യം ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. നമ്മൾക്ക് വിതരണത്തിന് എടുത്തിട്ടുള്ളത് വെട്രിമാരനാണ്. അപ്പോൾ വെട്രിമാരൻ്റെ എന്തൊക്കെയോ ഒരു സായൽ ഈ സിനിമയിലുണ്ട്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടൊരു പടമാണ് ഈ പറയുന്ന ഗരുഡൻ. പക്ഷേ ഗരുഡൻ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിനെ എങ്ങനെയാണ് ഒരു മേക്കിംഗ് കൊണ്ട് ഈ പടത്തിനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത്. പെർഫോമൻസ് വൈസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സൂരി മൂപ്പര് അടിപൊളിയായിട്ട് ഈ റോള് ചെയ്തിട്ടുണ്ട്. ചൊക്കൻ എന്ന് പറയുന്ന ഒരു റോളാണ്. നമ്മൾ ആ സിനിമ കഴിഞ്ഞ് പോരുമ്പോഴും സൂര്യയുടെ റോള് നമ്മൾ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കും. അതുപോലെ തന്നെ ശശികുമാറിൻ്റെ റോളും വളരെ രസമായിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ ചില സമയങ്ങളിൽ വളരെ നന്നായിട്ടും ചില സമയങ്ങളിൽ പെർഫോമൻസ് എന്തോ ശരാശരിക്ക് താഴെ പോകുന്നതായിട്ടും തോന്നി. ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയത് ഈ തമിഴ് സംസാരിക്കുന്നത് എവിടേക്കോ ഒരു മലയാള സായൽ വരുന്നുള്ള പോലെ, ഒരു മലയാള ശൈലി വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഓവറോൾ നല്ല പെർഫോമൻസ് തന്നെ ആയിരുന്നു ഉണ്ണി മുകുന്ദൻ. പക്ഷേ പെർഫോമൻസ് ബേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സൂര്യ തന്നെ ആയിരിക്കും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലെ ശിവത മലയാളത്തിനേക്കാൾ കൂടുതൽ തമിഴ് പടങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡാണ് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്. സോങ്സുകൾ 3 കണ്ട് ഈ സിനിമയിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പാട്ടുകളെക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ്. അത് യുവൻ ശങ്കർ രാജ മറ്റേ കിളി ആ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇതിൻ്റെ ആക്ഷൻ സീക്വൻസും നമ്മളെ സിനിമോട്ടോഗ്രാഫിയാണ്. സിനിമോട്ടോഗ്രാഫി അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് മൂന്നും ഈ സിനിമയിൽ ടോപ്പ് നോച്ചാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത് ഇത്രയ്ക്കും വയലൻസ് ആയിട്ടുള്ള ആക്ഷൻസ് വേറെ സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. അത്രയ്ക്ക് വയലൻസ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട്, എക്സ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. പിന്നെ സൂര്യയുടെ ചില പെർഫോമൻസ് ഉണ്ട്, ഇൻ്റർവെല്ലിനോട് അനുബന്ധിച്ചിട്ടൊരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സൂര്യ ശരിക്കും അടിച്ച് പൊളിച്ച് കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സൂര്യയുടെ പടം, അതായത് സൂര്യ മെയിൻ കഥാപാത്രമായിട്ടുള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയി കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് സിനിമ കാണാൻ പോകുമ്പോഴും കഴിഞ്ഞിറങ്ങുമ്പോഴും എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര തിയേറ്ററിക്കലി ഭയങ്കരമായിട്ട് കണ്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഗരുഡൻ തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ പോയി സിനിമ കാണാം. എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് സാമ്യത ഉണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിന് നേരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണെങ്കിലും നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് നിങ്ങളത് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക്